അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സഫർ മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്, ആ ദിവസത്തിനേക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന വിഷയമാണ് നാം ഇപ്പോൾ 2-3 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹദീസിൽ കാണാം, ഇന്ന ഫിസ്സനതി യൗമൻ, വർഷത്തിൽ ഒരു ദിവസം ഉണ്ട്, യൻസിലു ഫിഹാ വബാ, ആ ദിവസത്തിൽ വബാകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങും. മുസീബത്തുകള്, ബലാകള്, പ്രയാസങ്ങള് ആ ദിവസം ഭൂമി ലോകത്തേക്ക് ഇറങ്ങും. അത് ഏത് ദിവസമാണ് എന്ന വിഷയത്തില് മഹാന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മഹാന്മാരായ മഹത്തുക്കളായ ചില ആരിഫീങ്ങള് ആ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മഹാനായ അല്ലാമ ധൈറബി തങ്ങൾ തന്റെ മുജറബാത്തില് പറഞ്ഞത്, ദക്കറ ബഅദുൽ ആരിഫീൻ മിൻ അഹ്ലിൽ കശ്ഫി വത്തംകീൻ, കശ്ഫിന്റെയും തംകീനിന്റെയും ആളുകളായ ചില ആരിഫീങ്ങൾ, ഒരു വിഭാഗം ആരിഫീങ്ങൾ പറഞ്ഞു, അന്നഹു യൻസിലു ഫീ കുല്ലി സനത്തിൻ 300,000 ബലിയത്തിൻ മിനൽ ബലിയാത്ത്, എല്ലാ വർഷവും 3,20,000 വരുന്ന ബലാകള് ഭൂമി ലോകത്തേക്ക് ഇറങ്ങും. അത് ഒന്നിച്ചാണോ ഇറങ്ങുന്നത്, അല്ല കുറച്ച് കുറച്ചായിട്ടാണോ ഇറങ്ങുന്നതും എന്ന വിഷയത്തിലും മഹാന്മാര് ചർച്ച നടത്തിയിട്ടുണ്ട്. ചില ആരിഫീങ്ങൾ പറഞ്ഞത്, അത് ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസം ഏതാണ് എന്ന ചർച്ച ചെയ്ത സ്ഥലത്ത് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു, ആരിഫീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, കുല്ലു ദാലിക, ഈ എല്ലാ ബലാകളും ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസം സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ദിവസമാണ്. സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ദിവസമാണ് ഈ പറഞ്ഞ എല്ലാ ബലാകളും ഭൂമി ലോകത്തേക്ക് ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസം. ആ ദിവസം സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച വർഷത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു ദിവസമാണ്. ഈ പറഞ്ഞ 3,00,000 വരുന്ന ബലാകള് ഭൂമി ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ സൊല്യൂഷൻ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിവസം നാം ചെയ്യേണ്ട അമലുകൾ എന്തൊക്കെയാണ്? ഈ പറയപ്പെട്ട ബലാകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? ഒരുപാട് അമലുകൾ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അമലാണ് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത്. ആ ദിവസം ആരെങ്കിലും നിസ്കരിച്ചാൽ 4 റക്അത്ത്. ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കാം, അങ്ങനെയുള്ള നിസ്കാരം ഏത് ഖുർആനിലാണുള്ളത്, ഏത് ഹദീസിലാണുള്ളത്, ഏത് ഇമാമാണെന്ന് പഠിപ്പിച്ചെന്ന് ചോദിക്കുന്ന ചില ബിദ്അകൾ ഉണ്ടായേക്കാം. അല്ലാഹു അവരുടെ ഷർറുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അമലുകൾ ചെയ്യാൻ മഹാന്മാര് നമുക്കെന്തെങ്കിലും സുന്നത്തായ കാര്യങ്ങൾ അവരുടെ കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനൊരു വിരോധവുമില്ല. അത് ഇഷ്ടമുള്ള ആളുകൾക്ക് ചെയ്യാം, വിശ്വാസികൾക്ക് അത് ചെയ്യാം.
അതിനെ ചോദ്യം ചെയ്യൽ അത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അപ്പൊ നിസ്കാരം എല്ലാത്തിനും പരിഹാരമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്താണ്? നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും മുസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബലാകളും മുസീബത്തുകളും രോഗങ്ങളും ഇറങ്ങുമ്പോൾ അല്ലാഹുവിനോട് നിസ്കരിച്ച് ദുആ ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു പറഞ്ഞതാണ്. മഹാന്മാര് നമുക്ക് പറഞ്ഞ ഒരു അമല് സഫർ മാസത്തിൽ അവസാനത്തെ ബുധനാഴ്ച ചെയ്യാൻ നമുക്ക് മഹാന്മാര് പറഞ്ഞു തന്ന ഒരു അമല് 4 റക്അത്ത് നിസ്കാരം. فمن صلى في ذلك اليوم 4 ركعات يقرأ في كل ركعة منها, ഓരോ റക്അത്തിലും ഓതണം ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഇന്നാ അഅതൈനാകൽ കൗസർ, ഇന്നാ അഅതൈനാകൽ കൗസർ സൂറത്ത് 17 മറ, 17 പ്രാവശ്യം 17 വട്ടം ഓതുക. വൽ ഇഖ്ലാസ് 5 മറ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 5 വട്ടം. വൽ മുഅവ്വിദതൈനി മറത്തൻ മറ, മുഅവ്വിദതൈനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓരോ പ്രാവശ്യം ഓതുക. ഇത് ഓരോ റക്അത്തിലും ഇങ്ങനെ തന്നെ ഓതണം. 4 റക്അത്ത് നിസ്കരിച്ച് ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഇന്നാ അഅതൈനാകൽ കൗസർ 17 വട്ടം, ഇഖ്ലാസ് 5 വട്ടം, മുഅവ്വിദതൈനി ഓരോ വട്ടം ഓതി വയദു ബഅദസ് സലാം, സലാം വീട്ടിയതിന്റെ ശേഷം ദുആ ചെയ്യുക. ബിഹാദ ദുആ, ഈ താഴെ പറയുന്ന ദുആ. ഇങ്ങനെ ആരെങ്കിലും ഈ അമല് ഒരാള് ചെയ്താൽ ഫിളഹുല്ലാഹു ബികറമീലിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ അമലിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവനെ സംരക്ഷിക്കും, അവനിക്ക് ഹിഫ്ള് നൽകും, അവനിക്ക് കാവല് നൽകും. മിൻ ജമീൽ ബലായ അല്ലത്തി തൻസിലു ഫീ ദാലിക്കൽ യൗം, ഈ ദിവസം ഇറങ്ങുന്ന എല്ലാ ബലാകളിൽ നിന്നും, എല്ലാ മുസീബത്തുകളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവനെ സംരക്ഷിക്കും. ഏതാണ് ദുആ? മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ ശദീദൽ ഖുവാ വയാ ശദീദൽ മിഹാൽ, യാ അസീസ് യാ അസീസ് യാ അസീസ്, ذلت بعظمتك جميع خلقك فاكفني شر خلقك يا محسن يا مجمل يا منعم يا مفضل يا لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين وصلى الله على سيدنا محمد وآله الطيبين الطاهرين. ഈ ദുആ ചൊല്ലിയാൽ നമുക്ക് വരുന്ന എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹുവിന്റെ പ്രത്യേകമായ ഹിഫ്ള് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ മഹത്തുക്കളായ ആരിഫീങ്ങൾ മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അഅമാലുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുക. എന്നാൽ നമുക്ക് ഈ ലോക വിജയം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് വരുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കട്ടെ. എല്ലാവിധ ബലാ മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു നമ്മുടെ നാടുകളെ കാക്കട്ടെ, കുടുംബങ്ങളെ കാക്കട്ടെ, വീടുകളെ കാക്കട്ടെ, ജോലികളെ കാക്കട്ടെ, കച്ചവടങ്ങളെ കാക്കട്ടെ, ബിസിനസ്സുകളെ കാക്കട്ടെ. നാം ചെയ്യുന്ന സർവ്വ മേഖലകളെയും എല്ലാ ബലാ മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു നമുക്ക് പ്രത്യേകമായ ഹിഫ്ള് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഈമാനോടുകൂടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇസ്സത്തോടെ ഹിമ്മത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി
അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെ കാത്തു രക്ഷിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.